വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലുള്ള ഒരു പോമാണ്. പോയത്തിൻ്റെ പേര് പേപ്പർ ബോട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഹിയർ ഈസ് എ പോം ഇൻ വിച്ച് വി സീ എ ബോയ് മേക്കിംഗ് പേപ്പർ ബോട്ട്സ് ടു ഫ്ലോട്ട് ഡൗൺ ദ സ്ട്രീം. അപ്പോൾ എന്താ പറയുന്നത്? ഹിയർ ഈസ് എ പോയം. ഇവിടെ ഒരു പോം കൊടുത്തിട്ടുണ്ട്. ഇൻ വിച്ച് വി സീ എ ബോയ് മേക്കിംഗ് പേപ്പർ ബോട്ട്സ്. ഇതിൽ നമ്മൾ എന്താ കാണുന്നത്? വി സീ എ ബോയ്, ഒരു ആൺകുട്ടീനെ കാണുന്നുണ്ട്. അവൻ എന്താ ചെയ്യുന്നത്? മേക്കിംഗ് പേപ്പർ ബോട്ട്സ്. അവൻ എന്താണ്? പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? നമുക്കിവിടെ പിക്ചറിൽ കാണാം. പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടോ ടു ഫ്ലോട്ട് ഡൗൺ ദ സ്ട്രീം. അപ്പോൾ ഇങ്ങനെ ഒഴുക്കി വിടാൻ വേണ്ടിയിട്ടാണ്, ഒഴുകി പോകുന്ന സ്ട്രീമിലൂടെ. സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? അരുവി അല്ലേ? അപ്പം അരുവിയിലൂടെ ഒഴുക്കി വിടാൻ വേണ്ടി അവൻ പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അരുവിയിലൂടെ അങ്ങനെ ഒഴുക്കി വിടുന്നുണ്ട്. നമുക്ക് ആ ഒരു പിക്ചറിൽ കാണുന്നില്ലേ? അതേപോലെ. റീഡ് ആൻഡ് എൻജോയ് ദ പോയം. റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക. ആൻഡ് എൻജോയ് ദ പോയം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു പോയം നമ്മൾ എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ പേപ്പർ ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ മഴയത്തൊക്കെ പേപ്പർ വെച്ചിട്ട് ബോട്ട്സ് ഉണ്ടാക്കി വെള്ളത്തിൽ ഇങ്ങനെ ഒഴുക്കില്ലേ? ഇതാ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ. അത് തന്നെയാണ് ഈ ഒരു പോയത്തിൻ്റെ പേര്. അപ്പം നമുക്ക് നോക്കാം. Day by day, I float my paper boats one by one down the running stream. അപ്പം ഡേ ബൈ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവസം തോറും I float my paper boats one by one. അതായത് ഞാൻ എൻ്റെ പേപ്പർ ബോട്ട്സ് 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് ഫ്ലോട്ട് ചെയ്യും, അതായത് ഒഴുക്കി വിടും. ഡൗൺ ദ റണ്ണിങ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന അരുവി. അപ്പോൾ ഒഴുകുന്ന അരുവിയിലൂടെ എൻ്റെ ഓരോരോ പേപ്പർ ബോട്ട്സ് ആയിട്ട് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് ഞാൻ എൻ്റെ പേപ്പർ ബോട്ട്സ് ദിവസം തോറും ഒഴുക്കി വിടും എന്ന് പറയാണ്. In big black letters, I write my name on them and the name of the village where I live. അപ്പോൾ എന്താ പറയുന്നത്? In big black letters. വലിയ, ബിഗ് എന്ന് പറഞ്ഞാൽ വലുത് അല്ലേ? വലിയ black letters, കറുത്ത അക്ഷരങ്ങളിൽ I write my name on them. ഞാൻ എൻ്റെ പേരെഴുതും. എവിടെ? പേപ്പർ ബോട്ടിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ പേരെഴുതും. വലിയ ബ്ലാക്ക് ലെറ്റേഴ്സിൽ, വലിയ കറുത്ത അക്ഷരത്തിൽ ഞാൻ എൻ്റെ പേരെഴുതും. And the name of the village where I live. ഞാൻ ജീവിക്കുന്ന എൻ്റെ ഗ്രാമത്തിൻ്റെ പേര്. വില്ലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമം അല്ലേ? അപ്പോൾ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഗ്രാമത്തിൻ്റെ പേരും ആ ഒരു പേപ്പർ ബോട്ടിനകത്ത് എഴുതും എന്നാണ് പറയുന്നത്. I hope that someone in some strange land will find them and know who I am. അപ്പം I hope that, ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ഓക്കെ. അപ്പം I hope that, ഞാൻ പ്രതീക്ഷിക്കുന്നു, someone, ആരെങ്കിലും, in some strange land എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപരിചിതമായ ഒരു സ്ഥലം, അതായത് ഈ കുട്ടിക്ക് പരിചയമേ ഇല്ലാത്ത ഒരു സ്ഥലം, ആ സ്ഥലത്തുള്ള ആരെങ്കിലും ഒരാൾ വിൽ ഫൈൻഡ് ദം, ഈ ഒരു പേപ്പർ ബോട്ട്സ് ഫൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് കിട്ടും. ആൻഡ് നോ ഹൂ ഐ ആം, അത് മാത്രമല്ല ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. കാരണം എന്താണ്? ഈ പേപ്പർ ബോട്ടിൻ്റെ മുകളിൽ എന്താണ്? ആ കുട്ടി അവൻ്റെ പേരും അതേപോലെ അവൻ്റെ വില്ലേജിൻ്റെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടില്ലേ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ. അപ്പോൾ ഈ ഒരു പേപ്പർ ബോട്ട് ഒഴുക്കി വിടുന്നത് ഇങ്ങനെ ഒഴുകി പോകുന്ന അരുവിയിലൂടെയാണ് അല്ലേ? അപ്പോൾ ആ ഒരു പേപ്പർ ബോട്ട് എങ്ങോട്ടൊക്കെയോ ഒഴുകി പോകുന്നുണ്ടാവും. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ട്രേഞ്ച് ലാൻഡിൽ ചെല്ലുന്നുണ്ടാവും. അതായത് ഈ കുട്ടിക്ക് അറിയാത്ത, അവന് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടെ ഈ പേപ്പർ ബോട്ട് ഒഴുകി പോകുന്ന സമയത്ത് ആരോ ഈ കുട്ടിക്ക് അറിയാത്ത ആരോ ഒരാൾക്ക് ഈ ഒരു പേപ്പർ ബോട്ട്സ് കിട്ടുന്നുണ്ടാവാം. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ ഈ ഒരു പേപ്പർ ബോട്ട് കണ്ടുപിടിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ അത് ഫൈൻഡ് ചെയ്യുന്ന ആൾക്ക് ഇവനെ മനസ്സിലാകും. കാരണം അവൻ്റെ പേരും വില്ലേജിൻ്റെ പേരും ആ ഒരു പേപ്പർ ബോട്ടിൽ ഉണ്ട്. അത് അവൻ്റെ പ്രതീക്ഷയാണ് കേട്ടോ. അങ്ങനെ സംഭവിച്ചേക്കാം എന്ന് അവൻ്റെ പ്രതീക്ഷയാണ് ഇവിടെ പറയുന്നത്. I load my little boats with shilly flower from our garden and hope that these blooms of the dawn will be carried safely to land in the night. അപ്പം എന്താ പറയുന്നത്? I load my little boats with shilly flower. shilly flower എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവിഴമല്ലിയാണ്. പവിഴമല്ലിപ്പൂക്കളില്ലേ? അതാണ് shilly flower എന്ന് പറയുന്നത്. അത് ആ ഒരു പവിഴമല്ലിപ്പൂക്കൾ വെച്ചിട്ട് ഞാൻ എൻ്റെ ലിറ്റിൽ ബോട്ട്, അതായത് കുഞ്ഞി ബോട്ട്സ് എല്ലാം
നിറച്ചിട്ടുണ്ട്. ഫ്രം അവർ ഗാർഡൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂന്തോട്ടം അല്ലേ? ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ടുള്ള പവിഴമല്ലിപ്പൂക്കൾ വെച്ചിട്ട് ഞാൻ എൻ്റെ ലിറ്റിൽ ബോട്ട്, കുഞ്ഞു ബോട്ടുകളൊക്കെ നിറച്ചിട്ടുണ്ട്. ആൻഡ് ഹോപ്പ് ദാറ്റ് ദീസ് ബ്ലൂംസ് ഓഫ് ദ ഡോൺ വിൽ ബി ക്യാരിഡ് സേഫ്ലി ടു ലാൻഡ് ഇൻ ദ നൈറ്റ്. അപ്പം അത് മാത്രമല്ല, ആൻഡ് ഹോപ്പ് ദാറ്റ്, ഞാൻ പ്രതീക്ഷിക്കുന്നു, ദീസ് ബ്ലൂംസ് ഓഫ് ദ ഡോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഭാതം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഇങ്ങനെ പോകുന്ന പൂക്കൾ വിൽ ബി ക്യാരിഡ് സേഫ്ലി ടു ലാൻഡ് ഇൻ ദ നൈറ്റ്, രാത്രിയാവുന്ന സമയത്തേക്ക് സേഫായിട്ട് കരയിലെത്തും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. I launch my paper boats and look up into the sky and see the little clouds setting the white bulging sails. അപ്പോൾ I launch my paper boats, ഞാൻ എൻ്റെ പേപ്പർ ബോട്ട്സുകൾ ഇറക്കി, വെള്ളത്തിലേക്ക് ഇറക്കില്ല, ലോഞ്ച് ചെയ്തു, ഞാൻ എൻ്റെ പേപ്പർ ബോട്ടുകൾ ഇറക്കി. ആൻഡ് ലുക്ക് അപ്പ് ഇൻ ടു ദ സ്കൈ, എന്നിട്ടോ നോക്കി, എങ്ങോട്ടാണ്? മുകളിലേക്ക്, ഇൻ ടു ദ സ്കൈ, ആകാശത്തേക്ക് നോക്കി. ആൻഡ് സീ ദ ലിറ്റിൽ ക്ലൗഡ് സെറ്റിംഗ് ദ വൈറ്റ് ബൾജിങ് സെയിൽസ്. അപ്പം ആകാശത്തിൽ എന്താണ് കണ്ടത്? ദ ലിറ്റിൽ ക്ലൗഡ്സ്, കുഞ്ഞു മേഘങ്ങൾ. ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘങ്ങൾ അല്ലേ? അപ്പം ലിറ്റിൽ ക്ലൗഡ്സ്, കുഞ്ഞു മേഘങ്ങൾ എന്താ ചെയ്യുന്നത്? സെറ്റിംഗ് ദ വൈറ്റ് ബൾജിങ് സെയിൽസ്, അതായത് കപ്പലിൻ്റെ വെള്ളപ്പായ ഉണ്ടാവില്ലേ, അതിങ്ങനെ വിരിക്കുന്നതായിട്ട്, അതായത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതായിട്ട് കാണുകയാണ്. അപ്പം അത്രയാണ് ഇവിടെ പറയുന്നത്. I know not what playmate of mine in the sky sends them down the air to race with my boats. അപ്പം എന്താ പറയുന്നത്? I know not what playmate. playmate എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കൂട്ടുകാരൻ, കളിത്തോഴൻ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പം എനിക്കറിയില്ല എൻ്റെ ഏത് playmate of mine എന്നാണ് പറയുന്നത്, എൻ്റെ ഏത് കളിത്തോഴനാണ് in the sky, ആകാശത്തിൽ ഇരുന്നുകൊണ്ട് sends them down the air to race with my boats, എൻ്റെ ബോട്ട്സുമായിട്ട് മത്സരിക്കാൻ വേണ്ടി എൻ്റെ ഏത് കളിക്കൂട്ടുകാരനാണ് ആകാശത്ത് നിന്ന് ഈ ബോട്ടുകളൊക്കെ താഴേക്ക് സെൻഡ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. When night comes, I bury my face in my arms. അതായത് നൈറ്റ് വരുന്ന സമയത്ത്, രാത്രി ആവുന്ന സമയത്ത്, I bury my face in my arms, അതായത് ഞാനിങ്ങനെ മുഖത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് കിടന്നുറങ്ങില്ലേ, അങ്ങനെ ഉറങ്ങുന്ന സമയത്ത്, and dream that my paper boats float on and on under the midnight stars. അപ്പം ഞാൻ സ്വപ്നം കാണും. എന്താണ് കാണുന്നത്? ഡ്രീം എന്ന് പറഞ്ഞാൽ സ്വപ്നം അല്ലേ? അപ്പം ഞാൻ സ്വപ്നം കാണും, that my paper boats float on and on under the midnight stars. എൻ്റെ പേപ്പർ ബോട്ട്സ് ഇങ്ങനെ ഒഴുകി ഒഴുകി പോവാണ് under the midnight stars, അതായത് രാത്രിയിലുള്ള നക്ഷത്രങ്ങളുടെ ഒക്കെ താഴെ കൂടെ ഇങ്ങനെ എൻ്റെ ബോട്ട്സ് ഇങ്ങനെ ഒഴുകി നടക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുകയാണ് എന്നാണ് പറയുന്നത്. The fairies of sleep are sailing in them and the lading is their baskets full of dreams. Fairies of sleep എന്ന് പറഞ്ഞാൽ നിദ്രാദേവതകൾ. അവരെന്ത് ചെയ്യുന്നുണ്ട്? ആർ സെയിലിംഗ് ഇൻ ദം, ഈ ഒരു ബോട്ടുകളിൽ സെയിൽ ചെയ്യുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലേഡിങ് ഇസ് ദെയർ ബാസ്കറ്റ്സ് ഫുൾ ഓഫ് ഡ്രീംസ്. ആ ഒരു എന്താണ് ബോട്ടുകൾക്ക് ഭാരം തോന്നിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ദെയർ ബാസ്കറ്റ്സ് ഫുൾ ഓഫ് ഡ്രീംസ്, അവരുടെ ബാസ്ക്കറ്റ് കൊട്ടകൾ നിറയെ എന്താണ്? സ്വപ്നങ്ങളാണ്, ഡ്രീംസ് ആണ്. ആ ഡ്രീംസ് കൊണ്ട് ഈ ഒരു ബോട്ടുകൾക്ക് ഭാരം തോന്നിക്കുന്നുണ്ട്, ബോട്ടിന് ഭാരം അനുഭവപ്പെടുന്നുണ്ട്. സോ എന്താണ് പറയുന്നത്? ഈ ഒരു നിദ്രാദേവതകൾ അവരുടെ കൊട്ടകൾ നിറച്ച് സ്വപ്നങ്ങളുമായിട്ട് ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് സ്വപ്നം കാണുകയാണ് കുട്ടി. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ഒരു പോം ഇത്രയാണ്. സോ ഇത് എഴുതിയിട്ടുള്ളത് നമ്മളുടെ രവീന്ദ്രനാഥ ടാഗോറാണ്. നമ്മളുടെ ഇന്ത്യയുടെ നാഷണൽ ആന്തം കമ്പോസ് ചെയ്തിട്ടുള്ളത് ടാഗോറാണ്. അതേപോലെ 1913 അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് വർക്കായിട്ടുള്ള ഗീതാഞ്ജലിക്ക് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.